ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്ന കാര്യം, നമ്മളൊരു പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു ഫോട്ടോ ക്യാപ്ഷനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോസ്റ്റിൽ വന്നിട്ട് നമ്മളെ ഒരുപാട് സുപരിചിതരായ ആൾക്കാരെ പോലെ വന്നിട്ട് നമ്മുടെ ജില്ല പോലും ഏതാണ്, നമ്മുടെ പേരെന്താണ് എന്നൊന്നും അറിയാൻ വയ്യാത്ത കുറേ ആൾക്കാർ വന്നിട്ട് നമ്മുടെ ജീവിതം സ്ക്രിപ്റ്റ് തയ്യാറാക്കി അവർ കമൻ്റ് ഇടുന്നുണ്ട്. അവരാണ് നമുക്ക് ജന്മം തന്നതും അതേപോലെ നമ്മളെ നയിക്കുന്നതും നമ്മുടെ ജീവിതം ഏതൊക്കെ രീതിയിൽ മുമ്പോട്ട് പോകണം, ഇതുവരെ എങ്ങനെ പോയിരുന്നു എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരാണ്. കാരണം അവർക്കറിയാം നമ്മൾ എവിടെയൊക്കെ പോയിട്ടുണ്ട്, ആരുടെയൊക്കെ കൂടെ കിടന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കാരണം അവരാണല്ലോ ആ സമയത്തെല്ലാം നമുക്ക് കൂട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ കുറേ ചേച്ചിമാരും ചേട്ടന്മാരും ഉണ്ട്. ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്തു, ആ വീഡിയോയിൽ ഞാൻ എന്താണ് പറഞ്ഞത്, എന്താണ് ഉദ്ദേശിച്ചത്, എന്താണ് പറഞ്ഞത്, അല്ലെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യ കഥ എന്താണ്, ഇതൊന്നും ഇവർക്ക് അറിയണ്ട. ഫുള്ള് വീഡിയോ പോലും കേൾക്കത്തില്ല. ഫസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കേട്ടിട്ടാണ് ഇവർ, അല്ലെങ്കിൽ ക്യാപ്ഷൻ വെച്ചിട്ടാണ് ഇവർ കമൻ്റ് ഇടുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെയൊക്കെ അമ്മമാർ പോയപ്പോൾ അവരുടെ കൂടെ ഞാൻ കൂട്ടുപോയതായിരുന്നു കേട്ടോ. അമ്മമാർ കിടന്നപ്പം ഞാൻ അവർക്ക് കൂട്ടിയിരിക്കുമായിരുന്നു, അതിനാണ് ഞാൻ അവിടെ പോയത്. പിന്നെ എനിക്കും കുറേ നേരം ഇരിക്കുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങണമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അവർ അവിടെ ജോലി ചെയ്തു, ഞാൻ സ്വസ്ഥമായിട്ട് മരക്കിടന്നുറങ്ങി. രാവിലെ ഞങ്ങൾ രണ്ടുപേരുടെ പൊന്ന് തിരിച്ച്. അപ്പോൾ എനിക്കിതേ പറയാനുള്ളൂ. പിന്നെ ഒരു കാര്യം, നിനക്കൊന്നും വേറെ ജോലിയില്ല. ഈ കൂടുതലും കമൻസ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ പോസ്റ്റുകളിൽ ഞാൻ കാണുന്ന ഒരു സംഭവമാണ്, ചില ആൾക്കാർ വന്നിട്ട് കമൻസ് ഇടുന്നത് നിനക്കൊന്നും വേറെ ജോലിയൊന്നും ഇല്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ നിങ്ങളോട് തിരിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾക്കൊന്നും വേറെ ജോലിയില്ലേ ഇല്ലേ? അപ്പം ഞങ്ങളുടെ ജോലി ഇതാണ്, ഞങ്ങൾ വീഡിയോ ചെയ്യലാണ്, ഞങ്ങളുടെ സ്ഥിരം ജോലിയാണത്. അപ്പം നമ്മളൊരു പോസ്റ്റ് ഇട്ട് ഒരു വീഡിയോ പോസ്റ്റ് ഇടുകയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ക്യാപ്ഷൻ കൊടുത്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്താൽ അത് ഞങ്ങളുടെ ഒരു ജോലിയാണ്, ജോലിയുടെ ഭാഗമാണ്. ഇത് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, എൻ്റെ ജോലി ഇതാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇനി മേലെ ആ ചോദ്യം ചോദിക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും അറിയാൻ വേണ്ടി പറയാം, എൻ്റെ ജോലിയാണിത്, മനസ്സിലായോ? പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ കഥ സൃഷ്ടിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ അമ്മമാർക്കാണ് ഞാൻ ആ സമയത്തെല്ലാം കൂട്ടുപോയത്. സത്യമായിട്ടും ഈ പറഞ്ഞ എല്ലാ ആൾക്കാരെയും കൂടെ നിങ്ങളുടെ അമ്മമാരാണ് പോയിട്ടുള്ളത്. അവർക്ക് തന്നെ പോകാം. അല്ലെ, നിങ്ങളുടെയൊക്കെ അമ്മമാരുണ്ടല്ലോ കൂടെ, ചോദിച്ചു നോക്ക്. ചോദിച്ചോ, അമ്മമാരില്ലാത്തവർ ഭാര്യയോടും പെമ്മക്കളോടും പെങ്ങന്മാരോടും ചോദിച്ചു നോക്ക്, ഞാൻ കൂട്ടി ചെന്നിട്ടുണ്ടോന്ന് അവർക്ക് കേട്ടോ. പിന്നെ എന്നെപ്പറ്റി ഒരു കഥയോ എൻ്റെ വീട് എവിടാന്ന് പോലും അറിയാൻ വയ്യാത്ത നിന്നെയൊക്കെ എന്ത് പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ ഇതൊക്കെ ഞാൻ പറയുന്നത് കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും പെണം കണ്ട, കാരണം പ്രതികരിക്കാൻ നമ്മൾ നിന്നില്ല എന്നുണ്ടെങ്കിൽ തലയുടെ ഉച്ചിയിൽ കയറിയിരുന്നുകൊണ്ട് ഞെരങ്ങും. അപ്പം ആ ഞെരങ്ങൊക്കെ അങ്ങ് വേണ്ട കേട്ടോ. ഞാൻ പാവമൊന്നുമല്ല, അത്ര പാവമൊന്നുമല്ല. എൻ്റെ മണ്ട കയറിയെന്ന് നിരങ്ങാൻ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ഞാൻ ചുറ്റിപ്പം വെച്ച് കുത്തും, അല്ലാതെ മുട്ടുസൂചി എടുത്ത് വെച്ച് കുത്തും കുണ്ടിക്കൊക്കെ. പിന്നെ എവിടെയെങ്കിലും ഒക്കെ കുത്തു കണ്ടിട്ട് കയ്യോ എന്ന് പറഞ്ഞ് വിളിച്ച് പോയിക്കൊണ്ട് നടക്കരുത്, പറഞ്ഞാൽ ഞാൻ കേട്ടല്ലോ. അപ്പം മാന്യമായിട്ടാണെങ്കിൽ മാന്യമായിട്ട്, നീയൊക്കെ മോശം കമൻസ് വന്നിട്ടിട്ട് നിൻ്റെയൊക്കെ അമ്മയ്ക്ക് കൂടി കേൾക്കാതിരിക്കുന്നില്ല നല്ലത്, അറിയോ? കമൻസ് ഇടാൻ പറ്റത്തില്ല, കമൻസ് ഇടണ്ട. ഇഷ്ടപ്പെട്ടില്ല, ഇഷ്ടപ്പെടണ്ട, അത്ര അറിയുള്ളൂ. ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്താൽ മതി, ഇഷ്ടപ്പെടുന്നവർ. പിന്നെ ഈ മോശം കമൻസ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രതികരിക്കും, അത് വേറൊന്നും. നിങ്ങളിട്ടോളൂ, ഞാൻ അതുകൊണ്ട് ചീത്തയാവത്തില്ല കേട്ടോ. ഞാൻ നേരത്തെ ഒരു പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മോശം കമൻസ് ഇടുമ്പോൾ അവിടെ നിങ്ങൾ മാത്രമാണ് ചീത്തയാവുന്നത്, ഞാനല്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ എന്നെ അറിയാവുന്ന ഒരുപാട് പേരുണ്ട്, അപ്പം നിങ്ങളെ അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം നിങ്ങളെ അറിയാവുന്നവർ വിചാരിക്കുന്നത് എന്തെന്ന് പറയാം, ഇയാൾ ഇങ്ങനെയൊക്കെ എഴുതിയിടാം, ഇയാൾ ഇത്രയ്ക്ക് മോശമാണോ എന്ന് വിചാരിക്കത്തുള്ളൂ അവർ കേട്ടാ. അപ്പം ഞാൻ അതോടങ്ങ് ചീത്തയാവത്തൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനൊരു കഥ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ കട്ടുപുറുക്കാൻ പോയി കഥയല്ല പറഞ്ഞത്. ഇവിടെ കുറേ കമൻസ് വന്നു, ഫേസ്ബുക്ക് തുറക്കുമ്പോൾ ഇങ്ങനെയുള്ള അപരാധികൾ കട്ടുപുറുക്കാൻ പോയി കഥ ഇടുന്നു. കട്ടുപുറത്തല്ല കേട്ടോ, ഒന്നാമത്തെ പോലെ താലി കെട്ടിയിട്ട് അവൻ്റെ കൂടെ പോയി പുറത്തത് കേട്ടോ. എൻ്റെ രണ്ടാമത്തെ കെട്ടിയവൻ തന്നെ ആയിരുന്നു അവൻ. അതുകൊണ്ടാണ് ഇപ്പോൾ സ്പഷ്ടമായിട്ട് വന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ ഒരുത്തന്നെ കൂടെ കട്ടുപുറക്കാൻ പോയിട്ടില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് ഇമാതിരി വർത്തമാനം ഒന്നും വേണ്ട. പിന്നെ ആ നാറി ഒരുപാട് പെണ്ണുങ്ങളെ കെട്ടിയെന്നൊക്കെ ഇപ്പോഴൊക്കെയാണ് ഞാൻ അറിയുന്നത്. അവർ ആദ്യത്തെ രണ്ടാമത്തെ ഭാര്യ, ഞാൻ മൂന്നാമത്തെ എന്ന് പറയുന്നു. ആദ്യം സ്വന്തം ഒരു ഭാര്യയുണ്ട്, ആ വകയെ 2 പിള്ളേരും ഉണ്ട്, 2 പെൺപിള്ളേരും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വേറൊരു പെണ്ണിനെ, ഗർഭിണിയായ ഒരു പെണ്ണിനെ വിളിച്ചിട്ടുണ്ടെന്ന് ആ പെണ്ണിനെ കൂടെ പൊറപ്പിച്ച് ആ പെണ്ണ് കഴിഞ്ഞിട്ടാണ് എന്നെ കെട്ടിയെന്നുള്ളത് ഞാൻ അറിഞ്ഞത്. ഇപ്പം അത് കഴിഞ്ഞിട്ട് വേറെ ഏതോ ഒരു പെണ്ണിൻ്റെ കൂടെ പോയി, അതും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരുത്തി കെട്ടിയെന്നൊക്കെ പറയുന്നു. അവൾ ഗർഭിണിയാന്നൊക്കെ പറയുന്നു, ഭയങ്കര വിഷയം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവള്
മനഃപൂർവ്വം വന്ന് നമ്മളെ വിളിച്ച് ഇങ്ങനെ അവൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് അവനെ ഞാൻ ബ്ലോക്ക് ചെയ്തു. പക്ഷെ അവനെ കുറ്റം വന്ന് പറഞ്ഞിരുന്നത് കൊണ്ടാണ് ആ നാറി അറിഞ്ഞോട്ടെന്ന് വിചാരിച്ചു. നീ അറിയാതെ നിന്റെ കുറ്റം അവളിങ്ങനെ പലരോടും വിളിച്ച് പറയുന്നുണ്ട്. അതും അവൻ്റെ ഫ്രണ്ട്സിനെ തന്നെ തപ്പിയെടുത്താണ് പറച്ചിൽ. അത് ഞാൻ അറിഞ്ഞോട്ടെന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. അല്ലാതെ കട്ടുപൊറുക്കാൻ പോയ കഥയല്ല ഞാൻ പറഞ്ഞത്. കേട്ടല്ല, മേലെ അനാവശ്യം പറഞ്ഞുകൊണ്ട് ആരെങ്കിലും എൻ്റെ അക്കൗണ്ടിൽ വന്ന് കുത്തിപ്പൊറിച്ച് വെച്ചാൽ കണ്ണ് രണ്ട് കുത്തി പൊട്ടിച്ചിട്ട് ചുട്ട മറുപടി ഞാൻ തരും. പറഞ്ഞില്ല എന്ന് വേണ്ട, ഞാൻ അത്ര പാവമൊന്നുമല്ല. പിന്നെ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരാളുടെ കൂടെ പോയിട്ടുണ്ടല്ലോ, എനിക്ക് അന്തസ്സായിട്ട് ഒന്ന് പറയാനുള്ള ചങ്കൂറ്റമുണ്ട്, ചങ്കുറപ്പുണ്ട് കേട്ടോ. അല്ലാതെ ഞാൻ അത്ര പേടിച്ചു കൂടിയൊന്നുമല്ല. കട്ടുപൊറുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ കട്ടുപൊറുക്കാൻ പോയി എന്ന് തന്നെ ധൈര്യത്തോടെ വന്നിന്ന് പറയും. അപ്പം നിങ്ങൾ വന്നിട്ടാൽ മതി ഈ അവരാധിയൊക്കെ കട്ടുപൊറുക്കാൻ പറ്റും ഇവിടെ വന്ന് പറയുന്നതെന്ന് കേട്ടോ. പൊന്നാര പൊന്നു മക്കളെ, നീ ഇത് ആവർത്തിച്ച് പോയപ്പോൾ ഒറ്റ ആരാണ് ഞാൻ പറഞ്ഞേക്കാം. എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ട് വേണ്ട, നിനക്കൊക്കെ അങ്ങനെയുള്ളവരുടെ അക്കൗണ്ടിൽ പോയിട്ട് കിടന്നിട്ട് ചൊരച്ചോ, വിഷയമില്ല. കുറേ ഇറങ്ങിയിട്ടുണ്ട്.